أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان صدق الله العلي العظيم. ഒന്നുകൂടെ നോക്കിക്കോളൂ. والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان والأرض وضعها للأنام. ഭൂമി അല്ലെ, അർള് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, മിക്കവാറും സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണാൻ പറ്റും. സമാ പറഞ്ഞാൽ അതിനോട് ചേർന്നിട്ട് മിക്കവാറും എന്തുണ്ടാവും, അർളുണ്ടാവും. ഇപ്പൊ വസ്സമാഇ വമാ ബനാഹ വൽ അർളി വമാ ത്വഹാഹ അല്ലെ, അതുപോലെ ഖലഖസ് സമാവാതി വൽ അർള്, മിക്കവാറും അത് ചേർത്തിട്ടാണ് പറയാ അല്ലെ. അപ്പൊ ഇവിടെ ഇതിനു മുമ്പ് എന്താ പറഞ്ഞ, വസ്സമാഅ റഫഅഹ വവളഅൽ മീസാൻ. അപ്പോ നമുക്ക് ഈ അത് അങ്ങനെ ഞാൻ പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഹിഫ്ലാക്കുമ്പോൾ എളുപ്പമാണ്. എളുപ്പം എന്ന് വെച്ചാൽ നമ്മള് ഹിഫ്ലാക്കാനുള്ള ഒരു ടെക്നിക്ക്, മെമ്മറി, നമ്മള് പിന്നെ അർത്ഥം മനസ്സിലാക്കി പറയാ എന്നതോടൊപ്പം ചില വാക്കുകൾ ആദ്യം ഏത് വരും പിന്നെ ഏത് വരും എന്ന് നമ്മൾ ഓർത്തു വെക്കുക. മനസ്സിലായോ? അതിൽ പെട്ടതാണിത്. വസ്സമാഅ തുടങ്ങി റഫഅഹ വവളഅൽ മീസാൻ. അവിടെ 4 മീസാൻ പിന്നെ ഒരു വസ്ന്, അല്ല 3 പ്രാവശ്യം മീസാനും ഒരു വസ്നും, ഇങ്ങനെയൊക്കെ നമ്മൾ ചേർത്ത് പറയുമ്പോൾ നമുക്ക് ഹിഫ്ലാക്കാൻ എളുപ്പമാണ്. അതിനുശേഷം അർള് എന്തായാലും വരും, സമാഇന് ശേഷം അർള് വരും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ആയത്ത് കിട്ടാതെ വരില്ല. ഹിഫ്ലാക്കിയിട്ട് രണ്ടാമത് ഓതാൻ നേരത്ത് പറഞ്ഞാൽ മനസ്സിലാവണ്ട. അങ്ങനത്തെ ചില ടെക്നിക്കുകളുണ്ട്, മെമ്മറി ടെക്നിക്സ് ഉണ്ട്. നമ്മളിങ്ങനെ ചേർത്ത് കോർത്ത് ഓതി പോവുക, അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. ഓക്കെ. വൽ അർള വളഅഹ, അതുപോലെ തന്നെ ഇപ്പൊ കണ്ടോ, അർള് പറഞ്ഞിട്ട് വളഅ, സമാ റഫഅ പറഞ്ഞു. അതുപോലെ വൽ അർള, ഭൂമി, വളഅഹ, അവൻ അതിനെ സംവിധാനിച്ചു. വളഅ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം വെക്കുക എന്നാണ്. വെക്കുക, ഒരു സ്ഥലം, ഒരു പ്ലേസ് ചെയ്യുക, ഒരു സ്ഥലം. മൗല് എന്ന് പറയും എന്തിന്, പ്ലേസിന്, സ്ഥലം എന്നുള്ള അർത്ഥത്തില്. വളഅ വെച്ചു. അപ്പൊ വൽ അർള, ഭൂമിയെ അവൻ സംവിധാനിച്ചു, വെച്ചു. ലിൽ അനാം, അനാം എന്ന് പറഞ്ഞാൽ എന്താ, സൃഷ്ടികള്, എല്ലാ സൃഷ്ടികളും, മനുഷ്യർക്ക് മാത്രമല്ല മറിച്ച് സകല സൃഷ്ടികൾക്കും വേണ്ടിയിട്ട് അനാം, എല്ലാ സൃഷ്ടികളെയും ഉൾക്കൊള്ളുന്ന ഒരു പേരാണ് അനാം. അതിന് സാമ്യമായ മറ്റൊരു പേര് പറയാമോ? മുഴുവൻ മനുഷ്യരെയും ജീവജാലങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്ന മറ്റൊരു പേര്, മറ്റൊരു വാക്ക് പറയാമോ? ആലമീൻ കിടന്നു, റബ്ബുൽ ആലമീൻ. ഉറക്കം പറയണ്ടേ? റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത് മൊത്തം മനുഷ്യരും
എല്ലാ സകല സൃഷ്ടികൾ ഉൾക്കൊള്ളുന്നതാണ്. അതുപോലെ തന്നെ ഒരു വാക്കാണ് അനാം കേട്ടാ. സകല സൃഷ്ടികൾക്കും വേണ്ടി ഭൂമിയെ സംവിധാനിച്ചു. അതായത് അത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ സകല സൃഷ്ടികളും എന്ന അർത്ഥം പറയുമ്പോൾ അതില് പിന്നെ ചില ഒരു മറുവാദം ചിലർ ഉന്നയിക്കാറുണ്ട്. അത് ഇവിടെ മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് ഇതിന് അർത്ഥം പറഞ്ഞിട്ട്, അനാം എന്നുള്ളതിന് മനുഷ്യർ എന്ന അർത്ഥം മാത്രം പറഞ്ഞാൽ എന്നിട്ട് അവർ പറയുന്നത് ഈ ഭൂമി മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ മറ്റ് ജീവജാലങ്ങൾ ഇതിന് എക്സ്ക്ലൂഡഡ് ആണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം, മറ്റ് ജീവജാലങ്ങളെ പരിഗണിക്കേണ്ടതില്ല എന്ന് വാദിക്കാൻ വേണ്ടി ചിലർ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പക്ഷെ അതിന്റെ അർത്ഥം എന്താ? ശരിക്കുള്ള അർത്ഥം എന്താ? അനാം എന്ന് പറയുന്നത് മനുഷ്യരും മറ്റ് ജീവനുള്ളതും ഇല്ലാത്തതുമായ സകല സൃഷ്ടികളും, അള്ളാഹുവിന്റെ സകല സൃഷ്ടികൾക്കും വേണ്ടിയിട്ടാണ് ഭൂമി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് കേട്ടാ. ഫീഹ ഫാക്കിഹത്തുൻ, അതിലെന്തുണ്ട്? ഈ ഭൂമിയില് ഫാക്കിഹത്ത്, നല്ല ഫലങ്ങളുണ്ട്. വൻ നഖ്ലു, ഈത്തപ്പനകളുണ്ട്. ദാത്തുൽ അക്മാം, അക്മാം എന്ന് പറഞ്ഞാൽ കൊതുമ്പ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഫലങ്ങള് നല്ല ഈത്തപ്പന ഇരിക്കണ കണ്ടിട്ടില്ല നിങ്ങൾ? ഈത്തപ്പനയുടെ അതിന്റെ ഫലം ഇരിക്കുന്നിടത്ത് ഒരുപാട് പിന്നെ അടരുകളായിട്ട് ഇങ്ങനെ കൊതുമ്പുകളുണ്ട് അല്ലെ. നമ്മൾ കൊതുമ്പ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് പരിചയമുള്ള കൊതുമ്പ് തേങ്ങ അല്ലെ, തേങ്ങ ഇരിക്കുന്നിടത്ത് ഇങ്ങനെ കൊതുമ്പുകൾ ഉണ്ടാവും അല്ലെ, മടലുകളായിട്ട് ഇങ്ങനെ അല്ലെ. അതെന്തിനാണത്? ആ ഫലത്തെ പൊതിയാൻ വേണ്ടിയിട്ട്, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇങ്ങനെ കൂട് നമ്മൾ ഓരോ ഭാഷയിൽ അത്തരം പദങ്ങൾ പ്രയോഗിക്കാം, കുഴപ്പമില്ല കേട്ടാ. അപ്പൊ ഇവിടെ ശരിക്ക് അതായത് ഓരോ ഫലവും, അതായത് ഓരോ വൃക്ഷത്തിന്റെ ഓരോ ഫലവും പ്രത്യേകം സംവിധാനത്തോടു കൂടിയാ വരണം. മാങ്ങ ഇരിക്കുന്നത് പോലെ അല്ല തേങ്ങ ഇരിക്കുക അല്ലെ. പണ്ടാരോ പറഞ്ഞല്ലോ, ഈ ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണുകൊണ്ടാണ് അയാൾ ഗുരുത്വാകർഷണത്തെ കുറിച്ച് ചിന്തിച്ചത്. വല്ല തേങ്ങയറ്റ വീണിരുന്നെങ്കിലോ അയാൾ ചിന്തിക്കാൻ ഉണ്ടാവൂലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ അതായത് ഓരോ ഫലത്തിനും അത് വീഴുന്നതിനും അത് ഭൂമിയിൽ നിലകൊള്ളുന്നതിനും ഒക്കെ എന്തുണ്ട്? പലപ്പോഴും നമ്മൾ തെങ്ങിനെ കുറിച്ച് പറയില്ല, തെങ്ങ് ചതിക്കില്ല എന്ന് പറയാറില്ലേ? എന്തുകൊണ്ടാ? മിക്കവാറും തേങ്ങ വീഴുമെങ്കിലും അത് ഒരു സ്പോട്ടും അതിനൊരു സമയവും കാലമൊക്കെ ഉണ്ട്. അത് മനുഷ്യനെ പലപ്പോഴും രക്ഷപ്പെടുത്തിയിട്ടാണ് അത് വീഴുക എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പറയാറ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഫലത്തിനും, ഓരോ വൃക്ഷത്തിനും അതിന്റെ ഫലത്തിനും അതിന്റേതായ പ്രത്യേകതകളുണ്ട്. അത് അള്ളാഹു അങ്ങനെ തന്നെ അതിനെ സൃഷ്ടിച്ചതാണ്. മനസ്സിലായോ? മുന്തിരി വള്ളി പോലെ അല്ല പയറിന്റെ വള്ളി, അല്ലെങ്കിൽ ഓരോ മത്തങ്ങ ഉണ്ടാവുന്നിടത്ത് അല്ലെ, മത്തങ്ങ നിലത്താണ് ഉണ്ടാവുക. അതേസമയം പാവയ്ക്കോ മുകളിൽ പന്തലായിട്ടാണ് ഉണ്ടാവുക. അതുപോലെ മത്തങ്ങ ഉണ്ടാക്കാൻ പറ്റൂല. കാരണം എന്താ? മത്തങ്ങ അത്ര കട്ടിയുണ്ട്, അതിന് താഴെ പടർന്ന് പിടിക്കും. മനസ്സിലായി? ഇതുപോലെ ഓരോ വൃക്ഷത്തിനും ഓരോ സസ്യലതാദികൾക്കും അതിന്റേതായ പ്രത്യേകതയും ഫലങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇവിടെ വൻ നഖ്ലു ദാത്തുൽ അക്മാം, കൊതുമ്പുകളിൽ പൊതിഞ്ഞ ഈത്തപ്പനകൾ. വൽ ഹബ്ബുദുൽ അസ്ഫ്, ഉമയോടുകൂടിയ ധാന്യങ്ങൾ. ഹബ്ബ് എന്ന് പറഞ്ഞാല് ധാന്യം. അസ്ഫ് എന്ന് പറഞ്ഞ ഉമിയോടുകൂടിയ ധാന്യം ഏതൊക്കെയാണ്? ഗോതമ്പുണ്ട്, നമ്മുടെ അരിക്കുണ്ടല്ലോ, അത് ഉമിയുണ്ടല്ലോ അതിന് അല്ലെ. ഇതുപോലെ ചോളം, അങ്ങനത്തെ സംഗതികൾ. അതുപോലെ റൈഹാൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ പലതരത്തിലുള്ള ചെടികൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാ സുഗന്ധച്ചെടി എന്നാ പറയാ. റൈഹാൻ നല്ല സുഗന്ധമുള്ള പേരുണ്ടല്ലോ. നമ്മ സ്വർഗത്തിൽ അങ്ങനത്തെ റൗഹും വ റൈഹാനുൻ വ ജന്നത്തു നഈം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ ഒരുപാട് സുഗന്ധച്ചെടികൾ ഉണ്ടാവുന്നതാണ്. എന്തുകൊണ്ടാ? മനുഷ്യന് എപ്പോഴും പെർഫ്യൂം നമുക്കൊക്കെ ഇഷ്ടമാണ് അല്ലെ. എന്തുകൊണ്ടാ പെർഫ്യൂം ഇഷ്ടാവുന്നത്? നമ്മുടെ അതൊരു അട്രാക്ഷനാണ് അല്ലെ. നമുക്കെല്ലാവർക്കും അത് വളരെ താല്പര്യമുള്ളൊരു സംഗതിയാണ്. അപ്പോ അത് സ്വർഗത്തിലൊരു വിശേഷണം പറയുന്നിടത്തിട്ട് ആ സ്വർഗത്തിലൊരു ചെടിയായിട്ട് റൈഹാനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇവിടെ പറയുന്നത് പിന്നെ പലതരത്തിലുള്ള സുഗന്ധ ചെടികൾ, വിഭവങ്ങൾ, മറ്റാഹാര വിഭവങ്ങൾ, അതിനൊക്കെ കൂടി മൊത്തത്തിൽ പറയുന്ന ഒരു പേരായിട്ടാണ് റൈഹാൻ എന്ന പേരിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ വൽ ഹബ്ബുദുൽ അസ്ഫി വർ റൈഹാൻ, ഉമിയോടുകൂടിയ, വൈക്കോലോടുകൂടിയ. അസ്ഫ് എന്ന് പറഞ്ഞാൽ വൈക്കോലിനും പറയും കേട്ടോ. വൈക്കോല് നമ്മള് കാസ്ഫി മഅകൂൽ എന്ന് പറഞ്ഞില്ലേ എവിടെ? സൂറത്തുൽ ഫീലില്
ആനക്കാരെ അള്ളാഹു എങ്ങനെയാണ് ആക്കി തീർത്ത? ചവച്ചരക്കപ്പെട്ട വൈക്കോല് പോലെ. അതാണ് അസ്ഫ്. അപ്പോ വൈക്കോല് ഉമി എന്നൊക്കെ പറയാം. അതിനാണ് അങ്ങനത്തെ ധാന്യങ്ങൾ, വൈക്കോലും ഉമിയൊക്കെ ഉള്ള ധാന്യങ്ങള്, റൈഹാൻ സുഗന്ധ ചെടികൾ, വലിയ 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 ആഹാര വിഭവങ്ങള്, ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചു. ഇതൊക്കെ ഭൂമിയെ കുറിച്ച് ചേർത്ത് പറഞ്ഞതാണ്. മനസ്സിലായോ? അപ്പൊ നോക്കൂ, ആകാശത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? നീതിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഭൂമിയെ കുറിച്ച് പറഞ്ഞപ്പോഴോ ഭൂമിയിലുള്ള സകല വിഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. പഴങ്ങളെക്കുറിച്ച്, കൊതുമ്പോട് കൂടിയ ഈത്തപ്പനകളെ കുറിച്ച്, ഉമിയോടും വൈക്കോലോടും കൂടിയ ധാന്യങ്ങളെ കുറിച്ച്, മറ്റ് സുഗന്ധ ചെടികളെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, നിങ്ങളുടെ ഇരു കൂട്ടരുടെയും, ഫബി അയ്യി ഏതേത്, ആലാ അനുഗ്രഹങ്ങളെയാണ്, റബ്ബിക്കുമ നിങ്ങളുടെ ഇരുകൂട്ടരുടെയും റബ്ബിന്റെ. റബ്ബിക്കുമ എന്ന് പറയുമ്പോ നിങ്ങളുടെ മനുഷ്യവംശമേ ജിന്നു വംശമേ, രണ്ടു കൂട്ടരാണ് അഭിസംബോധന എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചു അല്ലെ? ഇരു കൂട്ടരുടെയും റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് തുകദ്ദിബാൻ നിങ്ങൾ നിഷേധിക്കുന്നത്. ഇവിടെ നമ്മള് ആലാ എന്നതിന് അനുഗ്രഹം എന്ന് പറയാം ഒരർത്ഥം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയാം. മറ്റൊരർത്ഥം പറയാവുന്നത് അള്ളാഹുവിന്റെ കഴിവുകൾ, ആലാ ഖുദ്റത്ത് എന്ന് പറയാറുണ്ട്. ഖുദ്റത്ത് എന്ന് പറയാറുണ്ട്. പിന്നെ വേറൊരർത്ഥം പല രൂപത്തിലാണ്, പല സ്ഥലത്താണ് ഇതിന്റെ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. ചിലര് അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ചിലര് അത് അള്ളാഹുവിന്റെ അത്ഭുതങ്ങളുടെ പൂർണ്ണതയാണ്. പിന്നെ എല്ലാ തരത്തിലുള്ള പിന്നെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം തികഞ്ഞ ശ്രേഷ്ഠതകൾ എന്നൊക്കെയാണ്, സ്തുത്യർഹമായ ശ്രേഷ്ഠതകൾ. ഇങ്ങനെ പലതരത്തിലുള്ള അർത്ഥങ്ങൾ ഇതിനെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്, ആലാഹിനെ കുറിച്ച്. ഇപ്പൊ ഓരോ സ്ഥലത്തും, അതായത് ഇത് ഈ ഫബിഐ ആലാഹി റബ്ബിക്കുമൻ എന്ന് 31 സ്ഥലത്ത് ഇത് ആവർത്തിച്ചു വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരു സ്ഥലത്ത് പറഞ്ഞ അർത്ഥമല്ല വേറൊരു സ്ഥലത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് തൊട്ടു മുമ്പ് എന്താണോ വിശദീകരിച്ചത്, ആ വിശദീകരിച്ചതിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഈ ആയത്ത് നമ്മൾ ഓരോ സ്ഥലത്തും മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ ആകാശത്തെ കുറിച്ച് പറഞ്ഞു, നീതിയുടെ തുലാസിനെ കുറിച്ച് പറഞ്ഞു, ഭൂമിയെ കുറിച്ച് പറഞ്ഞു, ഭൂമിയിലെ അനുഗ്രഹങ്ങളെ കുറിച്ച്, പഴങ്ങള്, ഈത്തപ്പനകള്, ധാന്യങ്ങള്, സുഗന്ധച്ചെടികളെ കുറിച്ച് പറഞ്ഞിട്ട് പറയണേ, ഇതൊക്കെ ഇത്ര ഭംഗിയായി സംവിധാനിച്ച നിങ്ങളുടെ റബ്ബിന്റെ ഏത് അനുഗ്രഹങ്ങളെയാണ് നിഷേധിക്കുക? ഇത് കേട്ടപ്പോഴാണ് ജിന്നുകൾ എന്ത് പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഞങ്ങളുടെ റബ്ബിന്റെ യാതൊരു അനുഗ്രഹത്തെയും ഞങ്ങൾ നിഷേധിക്കുന്നില്ല എന്ന് ജിന്നുകൾ പറഞ്ഞു. പക്ഷെ മനുഷ്യർക്ക് അത് പറയാൻ തോന്നിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു. അപ്പൊ അവരുടെ അതായത് മൊത്തം മനുഷ്യർക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല എന്നുള്ളത് ഒരു കുറ്റമായിട്ടല്ല, മറിച്ച് അതൊരു മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ടോ. ഓക്കെ, കൂടുതൽ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല, പക്ഷെ അത് അങ്ങനെ മനസ്സിലാക്കാം. ഇനി ഖലഖൽ ഇൻസാൻ, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. മിൻ സൊൽസാലിൻ കൽ ഫഖാർ. സൊൽസാൽ എന്ന് പറഞ്ഞാല് മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണ് എന്നാണ് അർത്ഥം. മുട്ടിയാൽ മുഴങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ഓടിന്റെ പാത്രം കണ്ടല്ലേ നിങ്ങള്? ഓടിന്റെ നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? ചട്ടിയൊക്കെ ഉപയോഗിക്കാറില്ലേ? മീൻകറി വെക്കാനായിട്ട് നാട്ടിൽ നിന്ന് ചട്ടി കൊണ്ടുവരുന്നവരില്ലേ ഇവിടെ അല്ലെ? നാട്ടിൽ വെക്കുന്നവരുണ്ട്. അതിനിങ്ങനെ എടുത്ത് മുട്ടിയാല് അതിന്റെ ക്വാളിറ്റി നോക്കണേ എങ്ങനെയാ? എടുത്ത് മുട്ടി നോക്കൂല്ലേ? അതെങ്ങനെ മുഴങ്ങണെന്ന് നോക്കിയിട്ടാണ് അതിന്റെ ക്വാളിറ്റി നോക്കുക. ഇപ്പൊ പിന്നെ അതിന്റെ ഇപ്പൊ ഐക്യ പോയാലും നല്ല 1-ാം നമ്പർ സ്റ്റീലിന്റെ പാത്രം കിട്ടും അല്ലെ? ഇപ്പൊ നമുക്ക് എങ്ങനെ പാട്ട് കച്ചേരികൾക്കൊക്കെ ഉപയോഗിക്കണ്ടല്ലോ, മറ്റേ മദ്ദളം പോലെ. അതെ അതെ അതെ. അപ്പോ അത് ശരിക്ക് എന്തുകൊണ്ടാണ് ആ മുട്ടിയാൽ മുഴങ്ങുന്നത്? അതിന്റെ ശബ്ദം കേട്ടിട്ട് ആളുകൾ പണ്ട് കാലത്ത് അതിന്റെ ക്വാളിറ്റി നിശ്ചയിച്ചിരുന്നത് എങ്ങനെയാ? എന്തുകൊണ്ടാ? അത് ആ ഒരു പ്രത്യേകതരം കളിമണ്ണുകൊണ്ട്, അതായത് നല്ല കളിമണ്ണാണെങ്കിൽ അതിന്റെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായോ? ആ ഒരു വ്യത്യാസം ഇവിടെ ശരിക്കും മനുഷ്യനെ സൃഷ്ടിച്ചത് പല രൂപത്തിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് അല്ലെ? ചിലപ്പോ പറയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു, ചിലപ്പോ പറയും ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് സൃഷ്ടിച്ചു, ചിലപ്പോ പറയും വെറും ത്വീൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കളിമണ്ണ, വെള്ളം ചേർന്ന കളിമണ്ണാണ്. പശ ഒട്ടണ കളിമണ്ണാണ് എന്ത്?
പിന്നെ ചിലപ്പോ പറയുന്നത് തുറാബ് എന്ന് സൃഷ്ടിച്ചു, ഖലഖഹു മിൻ തുറാബ്. അല്ലെ, അതെങ്ങനത്തെ മണ്ണാണ്? അത് ഇങ്ങനെ ഊതിയാ പറന്നു പോണ മണ്ണാണ് തുറാബ്. ഊതിയാൽ പറന്നു പോകുന്ന മണ്ണ് തുറാബ്. തുയിൻ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചാൽ പശയായിട്ട് ഒട്ടിച്ചേരണ മണ്ണാണ് തുയിന്. സൊൽസാൽ എന്ന് ഇവിടെ പറഞ്ഞത് മുട്ടിയാൽ മുഴങ്ങുന്ന ശബ്ദമുള്ള മണ്ണ്, കളിമണ്ണ്. അല്ലെ, ഇത് ഈ പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? മനുഷ്യന് ശരിക്കും കൽ ഫഖാർ, ഫഖാർ എന്ന് പറഞ്ഞാല് കലം. അല്ലെ, കലം പോലെ, മൺപാത്രം പോലെ, മൺപാത്രം പോലെ. ഏത് നമ്മൾ ചട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ, മൺചട്ടി അതുപോലത്തെ മൺചട്ടി പോലെ മുട്ടിയാൽ മുഴങ്ങുന്ന അല്ലെങ്കിൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെയാ, വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു, ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു, തീന് ഒട്ടുന്ന കളിമണ്ണെന്ന് സൃഷ്ടിച്ചെന്ന് പറഞ്ഞു, തുറാബെന്ന് സൃഷ്ടിച്ചെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊക്കെ ഒരു സ്റ്റേജാണ്, ഒരു സ്റ്റേജിലാണ്. അതായത് ആദം നബീനെ അള്ളാഹു എങ്ങനെയാ സൃഷ്ടിച്ച? കളിമണ്ണാണ്. കളിമണ്ണിന്ന് ആ കളിമണ്ണ് ശരിക്കും രൂപപ്പെടുത്തി, ആ രൂപപ്പെടുത്തിയെടുത്ത ഒരു ഘട്ടങ്ങളാണ് അള്ളാഹു പറയുന്നതൊക്കെ. അപ്പൊ ഏത് ഘട്ടത്തിൽ നിന്ന് ഏത് ഭാഗം എടുത്ത് പറയാം. പക്ഷെ ആദം നബീനെ സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ മനുഷ്യൻ എങ്ങനെ ഉണ്ടായത്? പിന്നെ ആദം നബിയുടെ മക്കളുണ്ടായത് ആദം നബിയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. പിന്നെ ആ ആദം നബിയുടെ മക്കളുടെ മക്കൾ അങ്ങനെയാണ്. പിന്നെ അള്ളാഹു അതൊരു സിസ്റ്റമാക്കി വെച്ചു. ആ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് തന്നെയാണ് അത് അണ്ടവുമായി ചേരുമ്പോൾ അങ്ങനെയാണ് അത് ഉണ്ടാവുക എന്നൊരു സംവിധാനം അള്ളാഹു നിശ്ചയിച്ചു വെച്ചു. അപ്പൊ പിന്നെ ഇപ്പൊ വീണ്ടും ഇങ്ങനെ കളിമണ്ണെന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അത് സൃഷ്ടിയുടെ ആരംഭം കുറിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, സൃഷ്ടിയുടെ ഉത്ഭവം കുറിക്കാൻ വേണ്ടി പറഞ്ഞാണ്. നിങ്ങൾ എങ്ങനെയാണ് ആദ്യം ഉണ്ടായത് എന്നത് പറഞ്ഞാണ്. അതായത് ക്ലിയർലി ഖുർആൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു മനുഷ്യൻ എങ്ങനെ ഉണ്ടായി. സയൻസ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണ? മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്ന്? കുരങ്ങുന്നുണ്ടായി അല്ലെ? അപ്പൊ കുരങ്ങ് എങ്ങനെ ഉണ്ടായി? ഉത്തരവില്ല. കുരങ്ങ് അങ്ങനെ യാദൃച്ഛികമായിട്ട് ഉണ്ടായിപ്പോയി. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? യാദൃച്ഛികമായി ഉണ്ടായിപ്പോയി. സൂര്യൻ എങ്ങനെ ഉണ്ടായി? ഒരു വിസ്ഫോടനം നടന്നപ്പോൾ ഉണ്ടായിപ്പോയി. ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി? ഇത് ഒരു പക്ഷേ ഖുർആൻ വളരെ ക്ലിയർ ആയ എവിഡൻസ് നൽകുന്നു. നിങ്ങളുടെ മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഉണ്ടായത് കളിമണ്ണെന്നല്ലല്ലോ, നമ്മുടെ പിതാവിൽ നിന്നുണ്ടായി, മാതാവിൽ നിന്നുണ്ടായി. പക്ഷെ ഇപ്പോഴും നമ്മളുടെ ശരീരത്തിലെ മൊത്തം മൂലകങ്ങൾ എടുത്താൽ ഈ കളിമണ്ണിന്റെ അംശങ്ങള്, ഈ പിന്നെ കുറച്ച് എന്താണ് പറയുന്നുണ്ട്, കുറച്ച് ഫോസ്ഫറസ്, കുറച്ച് സൾഫർ, കുറച്ച് മറ്റു കുറെ കെമിക്കല് എല്ലാം കൂടി കൂട്ടിയ ഒരു 10-16 രൂപക്കുള്ള മൂലകങ്ങളാണ് നമ്മൾ ആകെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് ചിലപ്പോ ഒരു 160 രൂപ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 1600 രൂപ, പോട്ടെ 16,000 രൂപ. ഇത്ര ഉള്ളൂ നമ്മള്. അത്ര മൂലകങ്ങളുള്ള ഒരു ജീവിയാണ് നമ്മള്. പക്ഷെ എവിടെയാ വില എവിടെയാ? ആ മൂലകങ്ങളിൽ, ആ ഭൗതിക ഫിസിക്കൽ സംഗതിയിലല്ല, മറിച്ച് നമ്മൾ ചിന്തിക്കുന്ന തലച്ചോറ്, നമ്മളുടെ കണ്ണ്, നമ്മളുടെ ചെവി, നമ്മുടെ മൂക്ക്, നമ്മുടെ അവയവങ്ങള്, ഇതിനൊക്കെ ഒരു അവയവം മാറ്റിവെക്കണമെങ്കിലുള്ള വിലയെ കുറിച്ച് നമുക്കറിയാലോ. ഏതെങ്കിലും ഒരു അവയവം കേടായാലുള്ള ഒരു അവസ്ഥയെ കുറിച്ച് നമുക്കറിയാലോ. അപ്പോ അത് ഈ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച, ഇത്തരം മൂലകങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ഒരു മനുഷ്യന്റെ അകത്ത് ഇത്രയും അത്ഭുതാവഹമായ സംഗതികൾ സൃഷ്ടിച്ച റബ്ബ്. എന്നിട്ടാണ് പിന്നെ പറയുന്നത് ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. കണ്ടോ, ഇപ്പൊ എന്തിനാണ് അത് ആവർത്തിച്ചു വരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതാണ്. ഇനി അടുത്തതും പറയുന്നുണ്ട് വഖലഖൽ ജാന്ന, ജിന്നുകളെ അവൻ സൃഷ്ടിച്ചു. എന്തെന്ന് സൃഷ്ടിച്ചു? മിൻ മാരിജിൻ, മാരിജിൽ നിന്ന്. മാരീജൻ അല്ലെ, മാരീജൻ കേട്ടണ്ട? അങ്ങനെ ഒരു ജീവി ഉണ്ടായിരുന്നു. രാമായണത്തിൽ വായിക്കാം മാരീജനെ കുറിച്ച്. ഒരർത്ഥത്തിൽ ഇതൊക്കെ ഏറെക്കുറെ സാമ്യമുള്ള ഒരു സംഗതി കേട്ടാ. മാരിജ് എന്ന് പറഞ്ഞാല് പുകയില്ലാത്ത ജ്വാല, പുകയില്ലാത്ത ഫ്ലെയിം. ഇപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ ഗ്യാസിന്റെ അടുപ്പെന്ന് വരുന്ന തീ എന്ന് പറഞ്ഞാൽ മതി. പണ്ട് കാലത്ത് അത് മനസ്സിലാവൂല. പണ്ട് കാലത്ത് എങ്ങനെയാ തീ ഉണ്ടാവുക? എങ്ങനെ? കരണ്ടിന്റെ അടുപ്പ് പറയും. പക്ഷെ അതിൽ തീ തന്നെ ഇല്ലല്ലോ. കരണ്ടിന്റെ അടുപ്പില് ജ്വാല ഉണ്ടോ? അതിന് ഫ്ലെയിം ഉണ്ട്, ഫ്ലെയിം ഇല്ലല്ലോ. ഇൻഡക്ഷൻ കുക്കർ
നിങ്ങൾ ഇൻഡക്ഷൻ കുക്കറൊന്നും അതിനിട്ട് കമ്പയർ ഉണ്ടാട്ടാ. ഇവിടെ ശരിക്കും ഈ ജിന്നുകളെ സൃഷ്ടിച്ച ഒരു തീനെ കുറിച്ച് പറയണം അള്ളാഹു പുകയില്ലാത്തൊരു പ്രത്യേകതരം ജ്വാലയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഈ കാണുന്ന തീയിൽ നിന്നല്ല ഈ ജിന്നുവർഗത്തെ നാം സൃഷ്ടിച്ചത്, മറിച്ച് പുകയില്ലാത്ത ഒരു തരം ജ്വാലയിൽ നിന്ന്, അതായത് പ്രത്യേകതരം തീയിന്റെ ഒരു പ്രത്യേകതരം എഡിഷൻ വേർഷൻ, മനസ്സിലായോ? ഒരു സ്പെസിഫിക് വേർഷൻ ഓഫ് ദ ഫയർ. അതിൽ നിന്നാണ് നാം എന്തിനെ സൃഷ്ടിച്ചത്? ജിന്നുവർഗത്തെ സൃഷ്ടിച്ചത്. ശുദ്ധമായ തീയിൽ നിന്ന്. അങ്ങനെ വേണമെങ്കിൽ പറയാം. പ്യുവർ അല്ലെ, പ്യുവർ ഫയർ. ഇത് അപ്പൊ ഇപ്പോ ജിന്നുവർഗം എങ്ങനെ ഉണ്ടാവണം നമുക്കറിയോ? മനുഷ്യൻ ഇപ്പൊ എങ്ങനെ ഉണ്ടാവുന്നു അതുപോലൊരു സംവിധാനം ജിന്നുവർഗത്തിനും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു? എങ്ങനെയാണ് മനുഷ്യനും ജിന്നും വ്യത്യസ്തമാകുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇത്. മനുഷ്യന്റെ പ്രകൃതി മണ്ണായതുകൊണ്ട് മനുഷ്യൻ എന്തുണ്ട് കാണാൻ പറ്റും. നമ്മള് ഞാൻ സൗദി അറേബ്യ പോയി വന്നു, ഞാനിപ്പോ മക്കയിൽ പോയിട്ട് നിസ്കരിച്ചു വന്നു എന്നൊരു ഔലിയ കറാമത്തുള്ള ആള് പറഞ്ഞാല് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ? നമുക്കിപ്പോ ഇവിടെ ആയിരിക്കാനേ നിവൃത്തിയുള്ളൂ. കാരണം നമ്മളുടെ സൃഷ്ടിപ്പിന്റെ പ്രകൃതി അതാണ്, അല്ലെ? പ്രകൃതിയാണ്. അതേസമയം ജിന്നിന് വേണമെങ്കിൽ അങ്ങനെ ആവാൻ പറ്റും. എന്തുകൊണ്ടാ? ജിന്നിന്റെ സൃഷ്ടിപ്പ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഖുർആനില് അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു, അവനും അവന്റെ കൂട്ടക്കാരും നിങ്ങളെ കാണുന്നുണ്ട്. പിശാചിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്. പിശാചി ശരിക്കും ഇബിലീസ് ഏത് വർഗമാണ്? ജിന്ന് വർഗമാണല്ലോ. അപ്പൊ ജിന്നിന് നമ്മളെ കാണാൻ പറ്റും, നമുക്ക് ജിന്നിനെ കാണാൻ പറ്റൂല. ജിന്നിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഇതായാലും നമുക്ക് ഇന്ന് രാത്രി മുഴുവൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. അത്രത്തോളം ജിന്നിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. പക്ഷെ ഇപ്പൊ ഇത്രയും നമ്മൾ മനസ്സിലാക്കുക, ജിന്നിന്റെ സൃഷ്ടിപ്പ് എന്താണ്? പ്രത്യേകതരം സൃഷ്ടിപ്പാണ്. പുകയില്ലാത്ത ഒരു ജ്വാലയിൽ, തീ ജ്വാലയിൽ നിന്നാണ് ജിന്നിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ജിന്നിന്റെ എക്സിസ്റ്റൻസ്, ജിന്നിന്റെ പ്രത്യക്ഷപ്പെടുന്ന രീതികൾ അതൊക്കെ വ്യത്യസ്തമാണ്. മനസ്സിലായോ? പക്ഷെ മനുഷ്യനും ജിന്നും തമ്മിലുള്ള ഒരു കോമൺ ഘടകം എന്താ? കോമൺ സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ടു കൂട്ടരും അള്ളാഹുവിന്റെ സ്വാതന്ത്ര്യമുള്ള സൃഷ്ടികളാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അനുസരിക്കാം, അനുസരിക്കാതിരിക്കാം, ധിക്കരിക്കാം, അനുസരിക്കാം. ഇതുപോലെ തന്നെ സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ജിന്നിനുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇബിലീസ് ആയത്, അല്ലെ? ഇബിലീസ് വാസ്തവത്തിൽ അയാളുടെ പേര് അതായിരുന്നില്ല. ഇബിലീസ് ഒരു ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു സാധാരണഗതിയിലുള്ള ഒരു സൃഷ്ടിയായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ അനുസരണത്തിൽ നിന്ന് പുറത്തുപോയി. കാരണം പറഞ്ഞെന്താ? മൂപ്പര് പറഞ്ഞെന്താ? എന്നെ തീയിൽ നിന്ന് സൃഷ്ടിച്ചു, ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിനെ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഞാൻ എന്തിനു സുജൂദ് ചെയ്യണം? അപ്പൊ തീയാണോ നല്ലത്, മണ്ണാണോ നല്ലത്? ഏതാ നല്ലത്? ഇബിലീസിന്റെ ന്യായം അനുസരിച്ച് ഏതാ നല്ലത്? തീയാണ്. ഇബിലീസിന്റെ ന്യായം അനുസരിച്ച് തീയാണ് നല്ലത്. പക്ഷെ ശരിക്കും ഏതാ നല്ലത്? മണ്ണാണ് നല്ലത്, അല്ലെ? എന്താ അങ്ങനെ പറയാൻ കാരണം? മനുഷ്യരാണെന്നുള്ള കുറച്ച് മണ്ണെടുത്തെറിഞ്ഞാൽ തീ കെട്ടുപോലേ? അതെന്നെ പോലെ. ആ പണ്ട് മറ്റേ എന്താണ്, ഏറ്റവും ഉത്തമം മനുഷ്യരാണെന്നുള്ള. അല്ല, അങ്ങനെ ഒരർത്ഥത്തിൽ അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. മണ്ണ് കൈകൊണ്ട് പിടിക്കുക, അത്ര. അത് മാത്രമല്ല, അതായത് അങ്ങനെ ഒരർത്ഥത്തിൽ ആ ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം എന്താ? തീയിന് തീയിന്റേതായ പ്രത്യേകതയുണ്ട്, മണ്ണിന് മണ്ണിന്റേതായ പ്രത്യേകതയുണ്ട്. രണ്ടിന്റെയും പ്രത്യേകതകളെ ഒരു പ്രത്യേകതയ്ക്ക് ഒന്നിനെ മറ്റൊന്നിനേക്കാൾ നമ്മള് മെച്ചമാണെന്ന് പറയുമ്പോ അതിന് അതായത് ഇപ്പൊ മണ്ണ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി അല്ല തീ ചെയ്യുക, അല്ലെ? അപ്പോ നമ്മളിപ്പോ മണ്ണാണ് മെച്ചം എന്ന് പറഞ്ഞു, എന്നാ മണ്ണ് ഉപയോഗിച്ചൊന്ന് വേവിച്ചതായിട്ട് ഈ സാധനം, ഒരു സാധനം നമുക്ക് വേവിച്ച് കഴിക്കണമല്ലോ.
അത് പറ്റുമോ? തീ മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനമാണ്. മണ്ണും അടിസ്ഥാനമാണ്. പക്ഷെ മണ്ണിനൊരു ദൗത്യമുണ്ട്, തീക്കൊരു ദൗത്യമുണ്ട്. ഇതാണ് ഇബ്ലീസിനോട് അള്ള പറഞ്ഞത്. അള്ള ന്യായം പറഞ്ഞത് അതാണ്. രണ്ടിന്റെ ദൗത്യം ഒറ്റൊരു ദൗത്യമുള്ളൂ. ഞാൻ പറഞ്ഞു കേൾക്കുക, അള്ള പറഞ്ഞ അത്രേ ഉള്ളൂ. പക്ഷെ ഇബ്ലീസ് പറഞ്ഞു എന്തു? അങ്ങനെ കേൾക്കാൻ എനിക്ക് പറ്റൂല, കാരണം ഞാൻ ശ്രേഷ്ഠനാണ്. ശരിക്കും അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് അള്ള പറയണത്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ഈഗോ വരുമ്പോഴാണ് നമ്മൾ തെറ്റ് ചെയ്യണം. അവൻ എന്തിന് കീഴ്പ്പെടണം, ഞാൻ എന്തിന് അത് ചെയ്തു കൊടുക്കണം, അവന് ഞാൻ എന്തിനിത് ഇന്ന ആളെ കീഴ്പ്പെടണം എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഈ ഈഗോയാണ്. ഇപ്പൊ നമ്മൾ നോക്കൂ, എന്തിനാണ് അള്ളാനെ ധിക്കരിക്കുന്ന മനുഷ്യര്, അവരുടെ ന്യായം എന്താ? ഇപ്പോ എന്തിന് അള്ളാനെ അനുസരിക്കണം? നമുക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടെ? ഇതൊക്കെ ഇങ്ങനെ തന്നെ ജീവിക്കണോ? ഈ പണ്ടെങ്ങോ ഇറങ്ങിയ ഖുർആൻ അനുസരിച്ച് നമുക്ക് ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെ നമ്മൾ ജീവിക്കണം? അങ്ങനെ ജീവിച്ചാൽ പോരെ. പക്ഷെ അള്ള പറയുന്നത് ഇതൊക്കെ ഞാനാണ് നിങ്ങൾക്ക് നൽകിയത്. ഞാൻ എന്റെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. ആ ഡിമാൻഡ് എന്താ? നിങ്ങൾ എന്നെ അനുസരിക്കണം, നിരുപാധികം അനുസരിക്കണം. പക്ഷെ ഈ അള്ളാനെ അനുസരിക്കാത്ത മനുഷ്യര് കുറച്ച് കിറ്റ് കിട്ടുമ്പോഴേക്കും വോട്ട് ചെയ്യണമെന്നില്ല. നമ്മള് കുറച്ച് 2000 രൂപയുടെ കിറ്റ് കിട്ടുമ്പോൾ വോട്ട് ചെയ്യുന്ന മനുഷ്യരെ കാണുന്നില്ല നമ്മള്. അവരെന്താ ചെയ്യണ? അവര് ചെയ്യുന്നത് അന്നം തരുന്ന ആളെ വലിയ ആളായി കരുതുന്നു. പക്ഷെ അതിനേക്കാളും വലുത് നൽകിയ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു ചോദിക്കുകയാണ്, ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. നിങ്ങളെ ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ഇത്ര സംവിധാനത്തോടു കൂടി സൃഷ്ടിച്ചു. ഈ ജിന്ന് വർഗത്തെ ഇങ്ങനെ പുകയില്ലാത്ത ജ്വാലയിൽ നിന്ന് സൃഷ്ടിച്ചു. നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര അനുഗ്രഹങ്ങളാണ് നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. ഇനി അവന്റെ മറ്റൊരു പ്രത്യേകത, റബ്ബുൽ മശ്രിഖൈൻ, അവൻ 2 ഉദയസ്ഥാനങ്ങളുടെ റബ്ബാണ്. വ റബ്ബുൽ മഗ്രിബൈൻ, 2 അസ്തമയസ്ഥാനങ്ങളുടെയും റബ്ബാണ്. അതെന്തായിരിക്കും 2 ഉദയസ്ഥാനങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? പല വ്യാഖ്യാനങ്ങൾ. എങ്ങനെ? സൂര്യനും ചന്ദ്രനും അല്ല, 2 ഉദയസ്ഥാനങ്ങൾ. പകലിന് ദൈർഘ്യം കുറഞ്ഞ ദിവസം. വെരി ഗുഡ്, നല്ലൊരു വാദം അതാണ്. അതായത് നമ്മളിപ്പോ നോക്കൂ, ഇപ്പൊ എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത്? ഇപ്പോഴത്തെ അവസ്ഥയില് സുബഹി ബാങ്ക് എത്ര മണിക്കാ? 4:15. സുബഹി ബാങ്ക് 4:15. അത് കഴിഞ്ഞ ഒരു മണിക്കൂർ, ഏതാണ്ട് 1 മണിക്കൂർ 10 മിനിറ്റ് കഴിയുമ്പോഴാണ് ഉദയം. എന്ന് പറഞ്ഞാൽ ഒരു 5:20 ഒക്കെ, 5:20 അല്ലെ? ഇനി കുറെ അങ്ങോട്ട് പോയിട്ട് ഇത് മിക്കവാറും ഒരു 6 മണിക്കൊക്കെ ഉദയം വരാം. പക്ഷെ സമ്മർ ആവുമ്പോഴോ? സമ്മർ ആവുമ്പോ 4 മണി, 4 മണിക്കൊക്കെ ഉദയം വരും ഇവിടെ, അല്ലെ? 2:45 സുബഹി വരണ ടൈം ഉണ്ടല്ലോ, അല്ലെ? നല്ല പീക്ക് സമ്മറിൽ 2:45, 2:50 സുബഹി വരും. അപ്പോ ഒരു 4 മണിക്കൊക്കെ ഉദയം വരും. ഈ 2 സമയത്തും സംഭവിക്കുന്ന എന്താ? ഈ പകല് കുറയുമ്പോ സൂര്യൻ ഒരു ഇടുങ്ങിയ കോണിൽ നിന്നാണ് ഉദിക്കുന്നത്. അത് പെട്ടെന്ന് പോയി അസ്തമിക്കും. ഇപ്പൊ നോക്കൂ, നമ്മള് മഗ്രിബ് 5:06 ഇപ്പൊ മഗ്രിബ് ബാങ്ക് കൊടുക്കണ്, അല്ലെ? അതോടുകൂടി പകല് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ 4:45 മഗ്രിബ് ബാങ്ക് കൊടുക്കും. അപ്പോ ഇവിടെ ഖത്തറില് അപ്പോ ആ 4:45 പകല് കഴിഞ്ഞു. അപ്പോ ശരിക്കും അപ്പം പകല് വളരെ കുറവാണ് ഈ വിന്റർ ആവുമ്പോ. സമ്മർ ആവുമ്പോഴോ പകല് വളരെ കൂടുതലാണ്. അപ്പൊ 2 സമയത്തും സൂര്യന്റെ ഉദയസ്ഥാനം വ്യത്യാസമുണ്ട്. പകല് കുറയുമ്പോൾ സൂര്യൻ ഉദിക്കുന്നത് ഒരു ഇടുങ്ങിയ സ്ഥാനത്ത് നിന്നാണ്. പകല് കൂടുമ്പോൾ സൂര്യൻ ഉദിക്കുന്നത് ഒരല്പം വിശാലമായ സ്ഥാനത്ത് നിന്നാണ്. ഇതാണ് ഒരർത്ഥം. അതുപോലെ തന്നെ അസ്തമയം. മറ്റൊരർത്ഥം, ഭൂമി 2 ഗോളങ്ങളായിട്ടാണല്ലോ, അർദ്ധഗോളങ്ങളാണ്. ഒരു സ്ഥലത്ത് ഭൂമിയുടെ ഒരു ഭാഗത്ത് പകലാവുമ്പോൾ വേറൊരു ഭാഗത്ത് ഇരുട്ടല്ലേ? അപ്പൊ അവർക്കൊരു ഉദയസ്ഥാനമുണ്ട്, നമുക്കൊരു ഉദയസ്ഥാനമുണ്ട്, അല്ലെങ്കിൽ ഒരു സമയമുണ്ടെന്ന് പറയാം. ഈ 2നെയും കുറിക്കാം. ഇനിയും അതിന്റെ വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ടാവാം. എന്തായാലും ഇങ്ങനത്തെ 2 ഉദയസ്ഥാനങ്ങൾ, അതിനെക്കുറിച്ചാണ് റബ്ബുൽ മശ്രിഖൈനി, 2 അസ്തമയ സ്ഥാനങ്ങൾ, അതിനെ റബ്ബുൽ മഗ്രിബൈൻ. ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഈ രാപ്പകലുകളുടെ ദൈർഘ്യം അത് കൂടുന്നു, കുറയുന്നു.
ഇതൊക്കെ നിങ്ങൾക്ക് ഒരു നിയന്ത്രണമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ അതിന്റെ അകത്ത്? നമുക്കിങ്ങനെ സമയം കണക്കാക്കി വെക്കാം. നമ്മൾ പറയുന്നു ഇത്ര മണിക്ക് സൂര്യൻ ഉദിക്കും, എന്നാ പിന്നെ അത് കുറച്ചുകൂടി മാറ്റാൻ പറ്റുമോ? ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? ആർക്കും മാറ്റാൻ പറ്റില്ല. ഇത് അവന്റെ മാത്രം ഉടമസ്ഥതയിലുള്ള ഒരു സംഗതിയാണ്. അതാണ് റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. ഇവിടെ അള്ളാഹുവിന്റെ ഏതേത് കുദ്റത്തിനെയാണ് നിങ്ങൾ കളവാക്കുന്നത്? അനുഗ്രഹം എന്നതിനേക്കാൾ അപ്പുറം ഇവിടെ എന്താണ് ആലാന്റെ അർത്ഥം? ശരിക്ക് അള്ളാഹുവിന്റെ കഴിവുകളാണ്. പക്ഷെ ആ കഴിവുകൾ നമുക്ക് അനുഗ്രഹങ്ങളായിട്ട് വരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കി, എപ്പോഴും ഒരേപോലെയാണ് പകലെങ്കിൽ, എപ്പോഴും ഒരേപോലെയാണ് രാത്രിയെങ്കിൽ ഭയങ്കര പ്രയാസമാണ് അല്ലെ? ഇനി ചില സ്ഥലത്ത് ഇപ്പൊ നോർവേലൊക്കെ പോയി കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് 2 മണിക്കൂർ മാത്രം രാത്രിയുള്ള സമയമുണ്ട്. നോമ്പുകാലത്തിന് നോമ്പ് തുറക്കാനും ഈശാസ്കരിക്കുക, മഗ്രിബ് നിസ്കരിക്കുക, ഈശാ നിസ്കരിക്കുക, തറാവി നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, ഇതിനൊക്കെ കൂടി ആകെ 2 മണിക്കൂർ കിട്ടുള്ളൂ. 22 മണിക്കൂറും നോമ്പുള്ള സമയമുണ്ട്. അപ്പൊ അതിന് പണ്ഡിതന്മാർ പല വഴികളും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു സാധാരണഗതിയിൽ ഒരു പകൽ കണക്കൂട്ടിയിട്ട് നോമ്പ് പിടിച്ചാൽ മതി, അങ്ങനെ കഷ്ടപ്പെട്ട് പിടിക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ഓരോ സ്ഥലത്തിനനുസരിച്ച് ഈ ഉദയ അസ്തമയ സ്ഥാനങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ കണക്കാക്കി വെക്കാനേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ അന്തിമമായിട്ട് ഇതിന്റെ റബ്ബാരാണ്? ഇത് തീരുമാനിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഇത്തരം ഏതേത് കഴിവുകളെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുക? മനുഷ്യരോടും ജിന്നുവർഗത്തോടും അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണത്. ഓക്കെ, നമ്മൾ ഒരിക്കൽ കൂടി പെട്ടെന്ന് ഓടിച്ച അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നോക്കിക്കോട്ടെ. വൽ അർള വലഅഹാ ലിൽ അനാം. അവൻ ഭൂമിയെ സകല സൃഷ്ടികൾക്കും വേണ്ടി സംവിധാനിച്ചു. ഫീഹ ഫാക്കിഹത്തുൻ. അതിൽ ഒരുപാട് പഴങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്. വൻ നഖ്ലു ദാത്തുൽ അക്മാം. കൊതുമ്പുകളുള്ള ഈത്തപ്പനകളുണ്ട്. വൽ ഹബ്ബുൽ അസ്ഫ്. വൈക്കോലോടുകൂടിയ അല്ലെങ്കിൽ ഉമയോടുകൂടിയ ധാന്യങ്ങളുണ്ട്. വർ റൈഹാൻ. സുഗന്ധ ചെടികളുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് ഓ മനുഷ്യവർഗമേ, ജിന്നുവർഗമേ, നിങ്ങൾ തള്ളിക്കളയുന്നത്? വൽ ഖലഖൽ ഇൻസാന മിൻ സ്വൽസാലിൻ കൽ ഫഖാർ. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു മിൻ സ്വൽസാലിൻ. മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്ന്. കൽ ഫഖാർ. മൺകലം പോലെ, മൺപാത്രം പോലെയുള്ള. വഖലഖൽ ജാന്ന. അവൻ ജിന്നിനെ സൃഷ്ടിച്ചു മിൻ മാരിജിൻ മിൻ നാർ. തീയിന്റെ പുകയില്ലാത്ത ജ്വാലയിൽ നിന്ന്, തീയിന്റെ അല്ലെങ്കിൽ അഗ്നിജ്വാലകളിൽ നിന്ന് അവൻ ജിന്നുകളെ സൃഷ്ടിച്ചു. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത്? റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. 2 ഉദയസ്ഥാനങ്ങളുടെയും 2 അസ്തമയസ്ഥാനങ്ങളുടെയും റബ്ബാണ് അവൻ, ആ നാഥൻ. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. നിങ്ങളുടെ രക്ഷിതാവിന്റെ, നിങ്ങളുടെ ഇരുകൂട്ടരുടെയും രക്ഷിതാവിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത്? ഓക്കെ, ഇനി ഈ പറഞ്ഞതിൽ വല്ല സംശയങ്ങളോ അവശേഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കണം കേട്ടോ, ആലോചിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച. തീർച്ചയായിട്ടും അതൊരു ആവർത്തിച്ച് പറയുന്ന അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ നോക്കൂ, അത്തരം വാചകങ്ങള്, അത്തരം വാക്കുകൾ ദീർഘിച്ച് പറയാൻ പറഞ്ഞിരിക്കുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. ആ വാക്ക് തന്നെ ആലാ എന്ന് നീട്ടണം. അപ്പോ ശരിക്ക് തജ്വീദിന്റെ നിയമം ഉണ്ട് അവിടെ, ശരിയാണ്. പക്ഷെ ആ തജ്വീദിന്റെ നിയമത്തെക്കാൾ അതിന്റെ ആശയ ഗാംഭീര്യമാണ് നമുക്ക് അപ്പോൾ മനസ്സിൽ വരേണ്ടത്. ഓരോ ആയത്തും ഇതിന്റെ, പ്രത്യേകിച്ച് ഈ സൂറത്തുർ റഹ്മാൻ എന്തുകൊണ്ട് ഖുർആന്റെ മണവാട്ടിയാണെന്ന് പറഞ്ഞു, അറൂസുൽ ഖുർആനാണെന്ന് പറഞ്ഞു ചോദിച്ചാൽ അതിന്റെ വശ്യതയാണ്. ഖുർആനിലെ നമുക്ക് ഒരിക്കലും മടുക്കാത്ത, എത്ര കേട്ടാലും മടുക്കാത്ത ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ഈ അടുത്ത് പാകിസ്ഥാനിൽ നിന്നൊരു TV വാർത്ത, അതിപ്പോ എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ അങ്ങനെ ഒരു വാർത്ത കേട്ടിരുന്നു. ICUയിൽ കിടക്കുന്ന രോഗികൾക്ക് ഇതിങ്ങനെ ഇടക്കിടക്ക് വെച്ചു കൊടുക്കും പോലും സൂറത്തുർ റഹ്മാൻ, നല്ല ഖാരിന്റെ പാരായണം. അപ്പൊ അവരുടെ പല നാഡീഞരമ്പുകളെയൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ, അങ്ങനെ ഉണ്ടല്ലോ,
പെട്ടെന്ന് പ്രഷറും മറ്റൊക്കെ കൂടുന്ന ആളുകളെയൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ ആ ഖുർആൻ പാരായണം ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇത് ഒരുപക്ഷെ നമുക്ക് സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എപ്പോഴും ഒരു സൂത്തിങ് വോയിസ് ആണ് വിശുദ്ധ ഖുർആൻ. ഒരിക്കൽ അതെ, തീർച്ചയായിട്ടും മാഹുവ ഷിഫാഉൻ ലിന്നാസ്, അല്ല ഷിഫാഉൻ ലിമാ ഫി സുദൂർ, ഹൃദയങ്ങളിലുള്ള പല അസുഖങ്ങൾക്കും അത് ഷിഫായാണ് എന്ന് പറയുന്നത് നമുക്കത് വാക്കർത്ഥത്തിലും എടുക്കാം, അല്ലെങ്കിൽ ആലങ്കാരിക അർത്ഥത്തിലും എടുക്കാം. രണ്ടർത്ഥത്തിലെടുത്താലും അത് ശരിയാണ്. ഈ അടുത്ത് ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു, നബീൽ അൽ അവലി എന്ന് പറഞ്ഞിട്ട് കുവൈറ്റിലുള്ള ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താണ്. അതായത് യൂറോപ്പിലെ ഒരു രാജ്യത്ത് ഒരു ഖുർആൻ റേഡിയോ, ഹോളണ്ടിലാണെന്ന് തോന്നുന്നു, ഖുർആൻ റേഡിയോയിൽ ഇങ്ങനെ നിരന്തരമായിട്ട് ഖുർആൻ കേൾക്കുന്നു. ഏതോ ഒരു പാശ്ചാത്യ വനിത അവര് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഈ ഖുർആൻ FM സ്റ്റേഷൻ ഓൺ ചെയ്ത് കേട്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് താല്പര്യം. അവര് വന്നിട്ട് ഈ ആ റേഡിയോ സ്റ്റേഷൻ തപ്പിപ്പിടിച്ച് അതിന്റെ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച്, അങ്ങനെയാണല്ലോ അവരുടെ ഒരു പ്രത്യേകത. അതാണ്, അവരൊരു പുതിയ സംഗതി കേട്ടാൽ അതറിയാൻ വേണ്ടി ഏതറ്റം വരെ പോവും. അങ്ങനെ അവര് ആ സ്റ്റേഷനിൽ എത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പ്ലേ ചെയ്ത മ്യൂസിക്കിന്റെ കാസറ്റ് അതൊന്നും എനിക്ക് തരണം. അന്ന് കാസറ്റാണ്, അന്ന് ഓഡിയോ കാസറ്റാണ് നിലവിലുള്ളത്. ആ ഒരു സന്ദർഭത്തിലെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. അപ്പോ അവർക്ക് അത്രക്ക് വശ്യത തോന്നിയ, ഒരു സംഗീതാത്മകമായി തോന്നിയ ഒരു ഖുർആൻ. പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് അതിനെക്കുറിച്ച് അത് പറഞ്ഞത്. അവർ ആ ഒറ്റ ഒരു ഖുർആൻ വെറുതെ കേട്ടുള്ളൂ. ഇങ്ങനെ അവരുടെ പേര് പറഞ്ഞിരുന്നു അദ്ദേഹം, പക്ഷെ ഞാനിപ്പോ ഓർക്കുന്നില്ല. ഞാൻ മുമ്പെങ്ങോ കേട്ട ഒരു പ്രസംഗമാണ്. ഇപ്പൊ ഇതുപോലെ ഇപ്പൊ യൂസുഫ് ഇസ്ലാം, കാറ്റ് സ്റ്റീവൻസ്, അദ്ദേഹം എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്? ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പഠിച്ച ആൾക്കാർ പണ്ഡിതയോ അല്ലെങ്കിൽ പണ്ഡിതന്മാരോ ഉണ്ടാവുക, ഇങ്ങനെ ഗവേഷണം ചെയ്തിട്ട് പഠിക്കുന്ന ആൾക്കാർ. അതെപ്പോ നിങ്ങള് ഓരോ ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ ചരിത്രം പഠിച്ചു നോക്കുക. അവർക്ക് ഖുർആന്റെ ഒരു പ്രത്യേകത, അതിനൊരു വശ്യശക്തി. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഖുർആൻ കേൾക്കാൻ തയ്യാറാകാതിരുന്ന ഒരു വിഭാഗം ആണ് പറഞ്ഞത്. അവര് ഒളിച്ചിരുന്ന് ഖുർആൻ കേട്ടു എന്ന് പറഞ്ഞില്ലേ, വലീദ് ഇബ്നു മുഗീറയെ പോലെയുള്ള ആളുകള് ഖുർആൻ ഒളിച്ചിരുന്ന് കേട്ടിട്ട് പറഞ്ഞെന്താ, ഇന്ന ലഹാ ലതിലാവ വ ഇന്ന അലൈഹാ ലഹലാവ. അതിനൊരു മാധുര്യമുണ്ട്, അതിനൊരു ആകർഷണീയതയുണ്ട്. അപ്പൊ ഖുർആനിനെ നമ്മൾ ആ അർത്ഥത്തിൽ കാണണം. നമുക്കൊരു എപ്പോഴെങ്കിലുമൊക്കെ പാരായണം ചെയ്ത് മാറ്റിവെക്കേണ്ട ഒരു സംഗതി ആയിട്ടല്ല, മറിച്ച് അതൊരു ജീവിതത്തിന്റെ പാർട്ടായിട്ട് മാറണം. നമുക്ക് ഇപ്പൊ എന്തുകൊണ്ട് ആളുകൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുമെന്ന് ചോദിച്ചാൽ അതൊരു താല്പര്യമാണ്, അല്ലെ? അതൊരു അട്രാക്ഷൻ. നമുക്കൊരു കാര്യത്തിൽ താല്പര്യം തോന്നുന്നത് നമ്മളതിൽ കൂടുതലിരിക്കും. ഇപ്പൊ വിശുദ്ധ ഖുർആനിലാണ് നമുക്ക് താല്പര്യം തോന്നണമെങ്കിൽ അതിൽ കൂടുതൽ ഇരിക്കാൻ നമുക്ക് തോന്നും. കൂടുതൽ ഇരിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് താല്പര്യമില്ല എന്നാണ്. അപ്പൊ ആ താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക, ഇതിന്റെ പാരായണം കേൾക്കുക, ഇതിന്റെ അത് ആസ്വദിക്കാൻ സാധിക്കുക എന്നൊക്കെയുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ആസ്വദിക്കുകയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗത്തിലും അവൻ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ ഇണകളെയും നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.